ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് നമ്മൾ മുന്നേ ഒരു 250 ക്വസ്റ്റ്യൻസോളം ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സുകളുടെയും ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുക. നല്ലൊരു റിവിഷൻ മെത്തേഡാണിത്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് LGS മെയിൻസ് എക്സാമുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടുവേണം ഇത് ചെയ്യാനായിട്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ സ്ഥാനം എന്തായിരുന്നു സ്ഥാനം? ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. എന്നാൽ നിലവിൽ എങ്ങനെയാണ്? പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് ആണ് അല്ലെ ഇപ്പോ നിലവില്. അപ്പോ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ ഇന്ത്യയുടെ സ്ഥാനം. അടുത്തത്, ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുകയാണെങ്കിൽ അത് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഒരു അധികാരി തന്റെ കർത്തവ്യം ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? മാൻഡമസ്. ഏതാണ്? മാൻഡമസ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഹിന്ദി പതിപ്പ് തയ്യാറാക്കപ്പെട്ടത്? അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഹിന്ദി പതിപ്പ് തയ്യാറെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? എത്രാമത്തെ ഭേദഗതി പ്രകാരം? ഓപ്ഷൻ സി 58ാം ഭേദഗതി പ്രകാരമാണ്. ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളത്? കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ളത് ഏത് വിഷയത്തിൽ ഉൾപ്പെട്ടതാണ്? ഏത്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണോ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യത്തിലും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യത്തിനും എന്ത് ചെയ്യാം? നിയമനിർമ്മാണം നടത്താം. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 31ാം ആർട്ടിക്കിൾ ആണ്. ഈ ആർട്ടിക്കിൾ ഇപ്പൊ നിലവിലില്ല. കാരണം ഇപ്പോ സ്വത്തവകാശം ഫണ്ടമെന്റൽ അവകാശമല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. അതുകൊണ്ട് അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? നിലവിൽ വന്ന സമയത്ത് ആൻസർ ഓപ്ഷൻ ബി ആണ്. 395 അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര പാർട്ട് സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? എത്ര പാർട്ട് എ സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 9 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നീ സ്ഥലങ്ങളിൽ ഹൈക്കോടതി നിലവിൽ വന്നത് ഏത് നിയമപ്രകാരമാണ്? ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും ഹൈക്കോടതികൾ വന്നത് ഏത് നിയമപ്രകാരം? ഓപ്ഷൻ ബി ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് 1861 പ്രകാരമാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് 1861 പ്രകാരം. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി ഇടവേള എത്ര? പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള പരമാവധി ഇടവേള എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 6 മാസമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ സി ആണ്. ഹൈദരാബാദ്. ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിരിച്ചുവിടുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് ആർക്കാണ് അധികാരം? ഒരു സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിരിച്ചുവിടുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻ ബി സംസ്ഥാന നിയമസഭയ്ക്കാണ്. സംസ്ഥാന നിയമസഭയ്ക്ക്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാർലമെന്റിലുള്ള കംപ്ലീറ്റ് കണക്കുകളും ആരെയാണ് സമർപ്പിക്കുന്നത്? ആർക്ക് സമർപ്പിക്കും? ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർക്കാണ് സമർപ്പിക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്ക്.
ഏതുതരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം കുറവ് ചെയ്യാൻ കഴിയുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം കുറവ് ചെയ്യുന്നത് ഏത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ. അത് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 25 ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 25 ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ പാഴ്സികളാണ്. പാഴ്സികള്. താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തെ കുറിച്ചാണ് ഭരണഘടനയിൽ പ്രത്യേകം പരാമർശമുള്ളത്? ഭരണഘടനയിൽ പ്രത്യേകം പരാമർശമുള്ള വിഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. പക്ഷെ നിലവിൽ ആംഗ്ലോ ഇന്ത്യൻസിനുള്ള അധികാരവും പവറും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തത്, ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി അടിയന്തരാവസ്ഥ കാലത്താണ്. അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ ബി ആണ് 24 അനുച്ഛേദങ്ങളാണ് മൗലികാവകാശങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി? ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ, അതായത് എന്താണ്, സ്ഥാപനം അല്ലെ, ആ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്. പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ. ലക്ഷദ്വീപിന്റെ പേര് ലക്ഷദ്വീപ് എന്ന് മാറ്റിയ വർഷം? ലക്ഷദ്വീപിന്റെ പേര് ലക്ഷദ്വീപ് എന്ന് മാറ്റിയ വർഷം? ഓപ്ഷൻ ഡി 1973. 1973. ആരുടെ തെരഞ്ഞെടുപ്പാണ് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ തത്വം അനുസരിച്ച് നടക്കുന്നത്? ആരുടെ തെരഞ്ഞെടുപ്പാണ് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ തത്വം അനുസരിച്ചിട്ട് നടക്കുന്നത്? ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. അതായത് ജനസംഖ്യ എത്ര പേരുണ്ട് അതനുസരിച്ചിട്ടാണ് ഓരോ എംഎൽഎക്കും എംപിയുടെയും വോട്ടിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പൊ അതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലോക്സഭയുടെ വിന്റർ സെഷൻ ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ്? ലോക്സഭയുടെ വിന്റർ സെഷൻ ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ നവംബർ മാസത്തില്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്? എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ എ 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1947 ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാന് പൂർണ്ണമായി ലഭിക്കാത്ത പ്രവിശ്യ ഏതാണ്? പാകിസ്ഥാന് പൂർണ്ണമായിട്ട് ലഭിക്കാത്ത പ്രവിശ്യ തന്നിട്ടുള്ളതിൽ ഏതാണ് വിഭജന സമയത്ത്? ഓപ്ഷൻ സി ബംഗാളാണ്. ബംഗാള്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്? ഓപ്ഷൻ ബി ആണ് 1971. 1971. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും പ്രസിഡന്റ് ഭരണം വന്ന? ഓപ്ഷൻ സി ആണ് ആന്ധ്രയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഫ്രാങ്ക് ആന്റണിയാണ്. ഫ്രാങ്ക് ആന്റണി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് രാഷ്ട്രപതിക്ക് പ്രീതിയുള്ളിടത്തോളം കാലം പദവിയിൽ തുടരുന്നത്? ആരാണ് രാഷ്ട്രപതിക്ക് പ്രീതിയുള്ളിടത്തോളം കാലം ആർക്കാണ് തുടരാൻ കഴിയുന്നത്? ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് സംസ്ഥാന ഗവർണർക്ക്. നെക്സ്റ്റ് ചോദ്യം, പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി 5 വർഷം. പാർലമെന്റിൽ അംഗമാണെങ്കിലും ഇരുസഭകളുടെയും നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? പാർലമെന്റിൽ അംഗമാണെങ്കിലും ഇരുസഭകളുടെയും നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ
ബി ആണ്, അറ്റോർണി ജനറൽ ആണ്. അറ്റോർണി ജനറൽ. അടുത്ത ചോദ്യം. നെക്സ്റ്റ്, ആരെയാണ് ഫെഡറൽ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആരെയാണ് ഫെഡറൽ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി, പ്രസിഡന്റിനെ. രാജിവെക്കുന്ന പക്ഷം ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാജിവെക്കുന്ന പക്ഷം ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ആർക്ക് നൽകണം? ഓപ്ഷൻ സി, ഡെപ്യൂട്ടി സ്പീക്കർക്ക് വേണം നൽകാനുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗത്തിൽ പാഴ്സി സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗത്തിൽ പാഴ്സി സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരായിരിക്കും പ്രതിനിധാനം ചെയ്തത്? ഓപ്ഷൻ എ, HP മോദിയാണ്. HP മോദി. ലോക്സഭ രൂപം കണ്ട തീയതി. ലോക്സഭ ഏത് വർഷമാണ് രൂപം കൊണ്ടത്? ഏതാണ്? ഓപ്ഷൻ എ, 1952 ഏപ്രിൽ 17. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ഏത്? ഏതാണ് ഏറ്റവും അനുയോജ്യമായത്? നല്ലൊരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഭാഗികമായി ഫെഡറലും ഭാഗികമായി യൂണിറ്ററിയുമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ഏത്? ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ഏത്? ഓപ്ഷൻ ബി ആണ്, ബജറ്റ് സെക്ഷൻ ആണ്. ബജറ്റ് സെക്ഷൻ. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്ന പേരിന് അർത്ഥമുള്ള റിട്ട് ഏത്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ഹേബിയസ് കോർപ്പസ് ആണ്. അല്ലെങ്കിൽ ശരീരം ഹാജരാക്കൂ എന്നുള്ള അർത്ഥവും ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കൂ എന്നുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. ഏതാണ്? മാൻഡമസ് ആണ് ആൻസർ. മാൻഡമസ്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് എന്താണ്? ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ചെയ്യാൻ ആജ്ഞാപിക്കുന്നതാണ് അവിടെ മാൻഡമസ്. ഹേബിയസ് കോർപ്പസ് എന്താണ്? പിന്നെ ശരീരം ഹാജരാക്കൂ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപവൽക്കരണത്തെക്കുറിച്ചും പിരിച്ചുവിടലിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ രൂപവൽക്കരണത്തെക്കുറിച്ചും പിരിച്ചുവിടലിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, 169 ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് എന്ത് യോഗ്യത വേണം? ഓപ്ഷൻ ബി ആണ്, ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യത വേണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഓപ്ഷൻ സി, പ്രസിഡന്റിനാണ്. ഏതാണ് ആർട്ടിക്കിൾ? 1, 2, 3 എന്ന ആർട്ടിക്കിൾ പ്രകാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാജ്യസഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്? ഓപ്ഷൻ എ ഇതാണ്. അതായത് പാർലമെന്റിന്റെ ഉപരിസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അധോസഭയിലേത് സംസ്ഥാന നിയമസഭയുടെ അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന നിയമസഭയുടെ അധോസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്. നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? നിയോജക മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പുനഃക്രമീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി, ഡീലിമിറ്റേഷൻ ആണ്. ഡീലിമിറ്റേഷൻ. വാർഷിക സാമ്പത്തിക പ്രസ്താവന എന്ന പേരിലും അറിയപ്പെടുന്നത്. വാർഷിക സാമ്പത്തിക പ്രസ്താവന ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ്, ബജറ്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റിലെ എത്ര അംഗങ്ങളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിൽ ഉൾപ്പെടുന്നത്? നിയോജക ഗണത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, 776 ആണ്. എത്ര അംഗങ്ങളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എത്ര അംഗങ്ങളാണ്? മൊത്തം 776 അംഗങ്ങളെയാണ്. എംപിമാരും MLA മാരും ഉൾപ്പെടെ എത്ര പേരാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നിയോജക ഗണത്തിൽ ഉൾപ്പെടുന്നത്? 4896 ആണ്. 4896. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കില്ലാത്തത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ, ലോക്സഭാ അസംബ്ലി അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ. ഇതിനകത്ത് പങ്കില്ലാത്തത് ഓപ്ഷൻ എ ആണ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്കാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾക്ക്. ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി മുമ്പാകെ റിട്ടുകൾ ഫയൽ ചെയ്യുന്നത്?
ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി മുമ്പാകെ റിട്ടുകൾ ഫയൽ ചെയ്യുന്നത്? റിട്ടുകൾ ഫയൽ ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ ബി 32 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉന്നതമായ വിഖ്യാതാവ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉന്നതമായ വിഖ്യാതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ്, സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പാർലമെന്ററി സംവിധാനം ഏത് കാര്യത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യന്റെയും ബ്രിട്ടന്റെയും പാർലമെന്ററി സംവിധാനത്തില് ഏതാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ കൂട്ടുത്തരവാദിത്വ സംവിധാനം ബ്രിട്ടനുമുണ്ട്, ഇന്ത്യക്കുമുണ്ട്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ജുഡീഷ്യൽ റിവ്യൂ സമ്പ്രദായമാണ്. ഓപ്ഷൻ സി ആണ് ഏത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഏതാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ആണ് 1, 2, 3. നിയമനിർമ്മാണ സഭയുടെ അംഗബലത്തിന്റെ പരമാവധി എത്ര ശതമാനം വരെയാകാം? മന്ത്രിസഭയുടെ അംഗബലം എത്ര വരെ ആവാം? ഓപ്ഷൻ എ 15% വരെ. ഓക്കെ, അപ്പം നമ്മൾ 300 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതുവരെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? റിവിഷൻ പോലെ ഇത് ചെയ്ത് തീർക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.